എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് പാചകവാതകത്തിന് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ ഇന്ന് മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. മധ്യപൂർവേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് LPG വിതരണവുമായി ബന്ധപ്പെടുത്തി സർക്കാർ ഏജൻസികളുടെ പരിശോധനകൾ കർശനമാക്കിയിരിക്കുകയാണ്. 50,000-ലധികം LPG സിലിണ്ടറുകളാണ് രാജ്യത്ത് ഇതുവരെ റോഡിലൂടെ പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തെ അടുക്കളകളിൽ വലിയൊരു മാറ്റത്തിന് കേന്ദ്ര സർക്കാർ തുടക്കമിടുകയാണ്. രാജ്യത്ത് പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈനുകൾ എത്തിയ പ്രദേശങ്ങളിൽ ഇനി മുതൽ LPG സിലിണ്ടറുകളുടെ വിതരണം പൂർണ്ണമായിട്ടും അവസാനിക്കുവാനാണ് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലക്കയറ്റവും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ മൂലം LPG ഇറക്കുമതിയിൽ നേരിടുന്ന വെല്ലുവിളികളും കണക്കിലെടുത്താണ് ഈ ഒരു കർശനമായിട്ടുള്ള നീക്കം ഉണ്ടായിരിക്കുന്നത്. 2026-ലെ പുതുക്കിയ പെട്രോളിയം പ്രകൃതിവാതക നയപ്രകാരം പൈപ്പ് ലൈൻ സൗകര്യം ലഭ്യമായിട്ടും അത് ഉപയോഗിക്കാത്തവർക്ക് ഇനി സിലിണ്ടറുകൾ ലഭിക്കുന്നതല്ല. പുതിയ ഉത്തരവ് പ്രകാരം നിങ്ങളുടെ പ്രദേശത്ത് PNG കണക്ഷനുകൾ ലഭ്യമാണ് എങ്കിൽ ഗ്യാസ് കമ്പനികൾ നിങ്ങൾക്ക് ഔദ്യോഗികപരമായിട്ടുള്ള അറിയിപ്പ് നൽകുന്നതാണ്. ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ ലഭിച്ചാൽ കൃത്യം 3 മാസത്തിനുള്ളിൽ നിങ്ങൾ PNG കണക്ഷനിലേക്ക് മാറിയിരിക്കേണ്ടതാണ്. ഈ സമയപരിധി കഴിഞ്ഞാൽ ആ ഉപഭോക്താവിന്റെ LPG കണക്ഷൻ റദ്ദാക്കപ്പെടുകയും സിലിണ്ടർ വിതരണം നിർത്തുകയും ചെയ്യുന്നതാണ്. പൈപ്പ് ലൈൻ ഗ്യാസ് സംവിധാനം കാര്യക്ഷമമാക്കുന്നതിന് ഇറക്കുമതി ചെയ്യുന്ന ചിലവേറിയ ഇന്ധനത്തിന് പകരമായിട്ട് പൈപ്പ് ലൈൻ ഗ്യാസ് സംവിധാനം കാര്യക്ഷമമാക്കുവാനും ഇറക്കുമതി ചെയ്യുന്ന ചിലവേറിയ ഇന്ധനത്തിന് പകരമായിട്ട് ആഭ്യന്തര പ്രകൃതിവാതക ഉപയോഗം വർദ്ധിക്കുവാനുമാണ് ഇതിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. നിങ്ങളുടെ പ്രദേശത്തെ ഗ്യാസ് കമ്പനിയുടെ വെബ്സൈറ്റിലോ ആപ്പിലോ കയറി അപേക്ഷിക്കാവുന്നതാണ്. വെബ്സൈറ്റിലെ ന്യൂ കണക്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര്, വിലാസം, ഫോൺ നമ്പർ എന്നിവ നൽകുക. ആധാർ കാർഡിന്റെയും വീട് നികുതി രസീതിന്റെയും ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈനായിട്ട് അടയ്ക്കുക. LPG സിലിണ്ടറുകളെ അപേക്ഷിച്ച് ഉപഭോക്താക്കൾക്ക് സാമ്പത്തികപരമായിട്ടും സുരക്ഷാപരമായിട്ടും നിരവധി നേട്ടങ്ങൾ PNG കണക്ഷൻ നൽകുന്നതുണ്ട്. സാധാരണ സബ്സിഡിയില്ലാത്ത LPG സിലിണ്ടറുകളെ അപേക്ഷിച്ച് 20 മുതൽ 30% വരെ കുറഞ്ഞ ചെലവിൽ LPG കണക്ഷൻ ലഭ്യമാകുന്നതാണ്. ഇതൊരു ശരാശരി കുടുംബത്തിന് വലിയൊരു തുക ലാഭിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ സിലിണ്ടർ ബുക്ക് ചെയ്യുവാനോ അത് വീട്ടിലെത്തിക്കുവാനോ കാത്തിരിക്കുവാനുള്ള ബുദ്ധിമുട്ട് വേണ്ട. പൈപ്പ് ലൈൻ വഴി 24 മണിക്കൂറും പാചകവാതകം ലഭ്യമാകുന്നതാണ്. വായുവിനേക്കാൾ ഭാരം കുറഞ്ഞതാണ് PNG. അതിനാൽ അപ്രതീക്ഷിതമായിട്ട് ചോർച്ച ഉണ്ടായാൽ അത് വേഗത്തിൽ അന്തരീക്ഷത്തിൽ കലർന്ന് പോകുന്നതാണ്. ഇത് വലിയ സ്ഫോടനങ്ങൾ ഒഴിവാക്കുവാൻ സഹായിക്കുന്നതാണ്. മറ്റൊരു നേട്ടം മുൻകൂറായിട്ട് പണം അടയ്ക്കേണ്ടതില്ല എന്നതാണ്. വൈദ്യുതി ബില്ല് പോലെ മാസം എത്ര ഗ്യാസ് ഉപയോഗിച്ചോ അതിന് മാത്രം പണം നൽകിയാൽ മതി. പൈപ്പ് ലൈൻ പ്രവൃത്തികൾ വേഗത്തിലാക്കുവാൻ ഹൗസിംഗ് സൊസൈറ്റികൾ അതോടൊപ്പം തന്നെ വില്ല അസോസിയേഷനുകൾക്കും സർക്കാർ കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൈപ്പ് ലൈൻ കമ്പനികൾ അനുമതി തേടിയാൽ 48 മുതൽ 72 മണിക്കൂറിനുള്ളിൽ ബന്ധപ്പെട്ട അധികൃതർ അനുമതി നൽകേണ്ടതാണ്. അല്ലാത്ത പക്ഷം അത് ഡീംസ് പെർമിഷനായിട്ട് കണക്കാക്കി പ്രവൃത്തി തുടങ്ങുവാൻ കമ്പനികൾക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. നഗരങ്ങളിലെ ഫ്ളാറ്റുകളിലും വില്ലകളിലും കണക്ഷൻ നൽകുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും നീക്കുവാനാണ് ഈ ഒരു നിർദ്ദേശം. നഗരപ്രദേശങ്ങളിൽ PNG വ്യാപകമാക്കുന്നതിലൂടെ മിച്ചം വരുന്ന LPG സിലിണ്ടറുകൾ പൈപ്പ് ലൈൻ സൗകര്യത്തിലൂടെ ഒട്ടുമെത്താത്ത ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുവാനാണ് സർക്കാർ പദ്ധതി ഇടുന്നത്. അതോടൊപ്പം തന്നെ പാചകവാതക സബ്സിഡി ഭാരം കുറയ്ക്കുവാനും ഇന്ധനം സ്വയം പര്യാപ്തത കൈവരിക്കുവാനുമുള്ള ഇന്ത്യയുടെ നീക്കത്തിൽ നിങ്ങളുടെ പങ്കാളിത്തവും ഇനി അനിവാര്യമാണ്. സിലിണ്ടറുകൾക്ക് പകരം പൈപ്പ് ലൈൻ എത്രത്തോളം പ്രായോഗികമാണെന്നാണ് ആശങ്ക പലർക്കുമുണ്ട്. എന്നാൽ ലോകത്തിലെ വികസിത രാജ്യങ്ങളിലെല്ലാം പൈപ്പ് ലൈൻ ഗ്യാസ് രീതിയാണ് പിന്തുടരുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.